പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഒരു രാജ്യത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിൻ്റെ അടുത്തേക്ക് ജനങ്ങൾക്ക് പോകണമെങ്കിൽ വലിയൊരു നദി കടന്ന് വേണം പോകാൻ. രാജാവ് ഈ നദിക്ക് കുറുകെ വലിയൊരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്, ജനത്തിന് തൻ്റെ അടുത്തോട്ട് ഫ്രീ ആയിട്ട് വരാനും തനിക്ക് ജനങ്ങളുടെ അടുത്തോട്ട് പോകാനായിട്ടും. അങ്ങനെ ജനങ്ങൾ ഈ പാലത്തിൽ കൂടെ കടന്ന് രാജാവിൻ്റെ അടുത്ത് വരും, തങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറയും, രാജാവിന് പരിഹാരമൊക്കെ കണ്ടെത്തും. അങ്ങനെ രാജ്യം വളരെ സമാധാനത്തിലും ശാന്തതയിലും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ജനങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായി. ഈ പ്രശ്നം വലുതായി അതൊരു വലിയ ചേരി തിരിഞ്ഞ് ഉള്ള വലിയൊരു യുദ്ധത്തിലേക്ക് മാറുവാനിടയായി. ജനങ്ങൾ ചേരി തിരിഞ്ഞ് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഇതറിഞ്ഞ രാജാവ് ആളുകളെ അയച്ച് അവരോട് പറഞ്ഞു, യുദ്ധം നിർത്തണം, നിങ്ങളിങ്ങനെ ഫൈറ്റ് ചെയ്യരുത്, പ്രശ്നത്തിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാമെന്ന്. ജനങ്ങൾ ഇതൊന്നും കൂട്ടാക്കിയില്ല. അവർ ഈ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ യുദ്ധം നടന്ന് ദിവസങ്ങൾ കഴിയും തോറും അതിൻ്റെ നാശനഷ്ടങ്ങൾ കൂടി വന്നു, രാജ്യം നശിക്കാൻ തുടങ്ങി. അങ്ങനെ യുദ്ധം ഒരു ദിവസം പാലത്തിൻ്റെ അടുത്തെത്തി. പാലത്തിന് മുകളിൽ കയറി ഇവർ യുദ്ധം ചെയ്തു. ഈ പാലം രണ്ടായി പൊളിഞ്ഞ് ഈ കുറച്ച് ആളുകൾ വെള്ളത്തിലേക്ക് വീണ് മരിക്കുവാനും ഇടയായി. ഇതറിഞ്ഞ രാജാവ് വളരെ ദുഃഖിതനായി. ഒന്നാമത് ജനങ്ങൾ തമ്മിലുള്ള കലഹം, രണ്ടാമത് താനും ജനങ്ങളുമായുള്ള ബന്ധമായിരുന്ന ആ പാലം പൊളിയുവാനിടയായി. അങ്ങനെ രാജാവ് വളരെ വിഷമത്തോടെ തൻ്റെ മകനായ അടുത്ത കിരീടാവകാശിയായ രാജകുമാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ടാസ്ക് തരാൻ പോവാ. എനിക്ക് എൻ്റെ ജനത്തെയുമായി ബന്ധപ്പെടാൻ ആകെ ഉണ്ടായിരുന്ന ആ പാലം നീ പണിയണം, അതാണ് നിനക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞു. ഇത് കേട്ട രാജകുമാരൻ ആദ്യം ഒന്ന് വിസമ്മതിച്ചെങ്കിലും രാജാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അത് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പടനായകരെയും മന്ത്രിമാരെയൊക്കെ സഹായത്തിന് കൂട്ടി അദ്ദേഹം ആ പാലം പണി ആരംഭിച്ചു. 6 മാസം കൊണ്ട് അദ്ദേഹം ആ പാലം പണി പൂർത്തീകരിച്ചു. അങ്ങനെ രാജാവ് തൻ്റെ രഥത്തിൽ കയറി ഈ പാലത്തിൽ കൂടെ തൻ്റെ ജനത്തിൻ്റെ അടുത്തെത്തി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹാരം കണ്ടെത്തി. അങ്ങനെ ജനങ്ങൾ വീണ്ടും തമ്മിൽ സമാധാനമായി, രാജ്യത്ത് സമാധാനമായി. ഈ കഥ അവിടെ അവസാനിച്ചു. ഇതൊരു സാങ്കല്പിക കഥയാണെങ്കിലും ഈ കഥയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശുക്രിസ്തു എന്തിനാ ഭൂമിയിൽ വന്നത്, എന്തിനാ മരിച്ചത്, നിങ്ങളതാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ ആധാരമായി പറയുന്നത്, എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശമാണ് ഞാൻ ഈ കഥയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ വിശ്വാസത്തിന് ആധാരമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, പാപം മൂലം മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം ഒന്നാം ഉദ്ദേശം. ഈ കഥയിൽ പറഞ്ഞ പോലെ രാജാവും ജനങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു പാലം രാജകുമാരൻ നിർമ്മിച്ച പോലെ യേശുക്രിസ്തു തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ പാപമില്ലാത്തവനായി ജനിച്ച് പാപമില്ലാത്തവനായി ജീവിച്ച് മരിച്ച് തൻ്റെ മരണത്തിലൂടെ പാപങ്ങളെ കഴുകിക്കളഞ്ഞ് പാപമുള്ള ഭൂമിയും ദൈവവും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു കൊടുത്തു. രണ്ടാമത്തെ ഉദ്ദേശം സമ്പൂർണ്ണ അനുസരണം യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്നു. അതായത് ഏദനിൽ ആദാം പാപം ചെയ്തു, കർത്താവിനെ അനുസരിച്ചില്ല. ആദാമും ഹവ്വയും പാപം ചെയ്തത് മൂലം അവർക്ക് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. റോമർ 5:19 ഇങ്ങനെ പറയുന്നുണ്ട്, ഏക മനുഷ്യന്റെ അനുസരണ ഭൂമിയിൽ പാപം നിറഞ്ഞപ്പോൾ മറ്റൊരു ഏക മനുഷ്യന്റെ അനുസരണത്താൽ നീതീകരിക്കപ്പെട്ടുവെന്ന്. ഇതാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ മറ്റൊരു ഉദ്ദേശം. സമ്പൂർണ്ണ അനുസരണമാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സാത്താന്റെ തല തകർക്കുക എന്നുള്ളത്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതിലൂടെ സാത്താന്റെ തല തകർത്ത് സാത്താന്റെ ശക്തിയെ അവിടെ തോൽപ്പിച്ചു. നാലാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിനെ വെളിപ്പെടുത്തുക. യോഹന്നാൻ 1:18 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും ഇതുവരെ കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനത്രേ അതിനെ വെളിപ്പെടുത്തിയത്. പിതാവിനെ വെളിപ്പെടുത്തുകയാണ് മറ്റൊരു ഉദ്ദേശം. അഞ്ചാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിതാവിന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കുക. ഉൽപ്പത്തി 3:15 പിതാവായ ദൈവം പാമ്പിനെ ശപിക്കുമ്പോൾ പാമ്പിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീക്കും നിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുതയുണ്ടാക്കും, അവൻ നിന്റെ തലയെ തകർക്കുമെന്ന്. അപ്പം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനായ ഒരുവൻ സാത്താന്റെ തല തകർക്കണമെന്നുള്ളത് പിതാവിന്റെ വാഗ്ദത്തമായിരുന്നു. അത് നിവർത്തിക്കാനും കൂടിയാണ് യേശുക്രിസ്തു മനുഷ്യാവതാരമായി വന്നത്. ഇനി ആറാമത്തെ ഉദ്ദേശം നമുക്ക് ജീവിക്കാനുള്ള ഒരു മാതൃക കാണിച്ചു തരാം. യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നു എങ്ങനെ ജീവിക്കണം. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ യേശുവിനെ ഫോളോവറായിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെ നമ്മൾ ജീവിക്കണം എന്നൊരു മാതൃക കാണിച്ചു തന്നു. ഇനി ഏഴാമത്തെ ഉദ്ദേശം വിശ്വസ്ത മഹാപുരോഹിതനായി തീരാൻ. വിശ്വസ്ത മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെട്ട ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്ക് വേണ്ടി വഴിപാടും യാഗവും കഴിപ്പാൻ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരാകുന്നുവെന്ന്. ഇങ്ങനെ മനുഷ്യർക്ക് നിയമിക്കപ്പെട്ട് പാപപരിഹാര യാഗമായതിലൂടെ യേശുക്രിസ്തു വിശ്വസ്ത മഹാപുരോഹിതനാവാൻ കൂടിയാണ് മനുഷ്യാവതാരം എടുത്തത്. എട്ടാമത്തെ ഉദ്ദേശം പകരയാഗമായി തീരാൻ, നമ്മുടെ പാപങ്ങൾക്ക് പകരമായി യാഗമായി തീരാനാണ് യേശുക്രിസ്തു മനുഷ്യാവതാരമായി എടുത്തത്. മർക്കോസ് 10:45 ഇങ്ങനെ പറയുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാൻ മാത്രമല്ല ശുശ്രൂഷിപ്പാനും തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ. മറ്റൊരാളുടെ പാപത്തിന് വേണ്ടി യാഗമായി തീരാനാണ്, ഭൂമിയുടെ പാപമില്ലാതാക്കാനാണ്, യാഗമായി തീരാനാണ് യേശുക്രിസ്തു മനുഷ്യാവതാരമായി ജന്മമെടുത്തത്. ഇനി 9ാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിത്യതയ്ക്കായുള്ള ഒരു വെളിച്ചം വീശി. നമ്മളിങ്ങനെ നിത്യതയെ പറ്റി ഒത്തിരി കേൾക്കാറുണ്ട്. നിത്യതയാണ് നമ്മുടെ പ്രത്യാശ,
നിത്യതയാവും, യേശുക്രിസ്തു വരുമ്പോൾ നമ്മൾ മേഘങ്ങളിൽ എടുക്കപ്പെടും, ഉയർപ്പിൻ്റെ ശരീരം കിട്ടും. ഇതൊക്കെ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിനൊരു മുന്നോടിയായിട്ട് നമുക്ക് അതിലേക്കൊരു പ്രകാശം വീഴ്ത്തിയത് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ്. യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പിൻ ശരീരത്തോളം പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് പോയി. അപ്പം നിത്യതയിലേക്കുള്ള ഒരു പ്രകാശനമാണ്, ഒരു പ്രകാശം വീഴ്ത്താനും കൂടിയാണ് യേശുക്രിസ്തു മനുഷ്യാവതാരമായത്. ഇനി അവസാനത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു മാർഗം സൃഷ്ടിച്ചെടുക്കുക, ഒരു ഭൂമിയിൽ സമാധാനം നിലനിർത്താൻ കൂടിയാണ് യേശുക്രിസ്തു മനുഷ്യാവതാരമായി വന്നത്. ഇതെല്ലാമാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ കാര്യവും പാപം മൂലം മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനാണ് യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്തു വന്നത്.